മൗലവി പുഴുത്ത നുണകൾ കെട്ടിപ്പടച്ചുണ്ടാക്കി സമസ്തയെയും സുന്നി സമൂഹത്തെയും പൊതുജനമധ്യത്തിൽ കരിവാരിത്തേക്കാനായി മുജാഹിദ് പുരോഹിതന്മാരെ രഹസ്യമായി കൂട്ടുപിടിച്ചുകൊണ്ട് ചീറ്റിപ്പോയ നനഞ്ഞ പടക്കങ്ങൾ ശേഖരിച്ച് ആദർശ കൈരളിയുടെ മണ്ണിൽ പൊട്ടിക്കാമെന്നുള്ള നിങ്ങളുടെ സ്തുതിപാഠകന്റെ കുരിശിത ശ്രമം നടക്കാൻ പോകുന്നില്ല. ഉറക്കപ്പുറയോ ബഹുമാനപ്പെട്ട താജുൽ ഉള്ളാത്തങ്ങളും സയ്യിദുനാ ഖലീൽ തങ്ങളും അടക്കമുള്ള സാദാത്യങ്ങൾ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ചിത്താരി ഉസ്താദും പൊന്മള ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഇസ്സത്തുള്ള ദർസുകൾ നടത്തുന്ന അറബിക് കോളേജുകൾ നടത്തുന്ന ദ്വാസമ്മേളനം ദിക്ർ ദ്വാസമ്മേളനം നടത്തുന്ന ആത്മീയമായ പ്രഭ വിതരുന്ന സമസ്തകളുടെ ജമിയത്തുലമയുടെ സ്ഥാപിത ലക്ഷ്യമായ വിഗ്രഹത്തിനെ ചെറുക്കുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഭൗതിക ശക്തികളെ തൂത്തെറിയുകൊണ്ട് ഇൻഷാ അല്ലാഹ് സുന്നത്തുൽ ജമാഅത്തിന്റെ വിജയത്തിന്റെ പാതയിൽ വെള്ളിക്കൊടി പറപ്പിച്ചുകൊണ്ട് ശൈഖുനാ ശൈഖുൽ ഇസ്ലാം ശൈഖുനാ ശൈഖുൽ ഇസ്ലാം കാലഘട്ടത്തിൽ വിഹാസമായ കാലഘട്ടത്തിൽ ഒറ്റക്കെട്ടായി ഉറച്ചു നിന്നുകൊണ്ട് സുന്നത്തുൽ മുന്നേറ്റം ഇൻഷാ അല്ലാഹ്. ഓ മൗലവി, സുന്നികളുടെ മുന്നേറ്റം നിങ്ങൾക്ക് ദഹിക്കുന്നില്ല. അത് ഞങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ടല്ലേ നിങ്ങൾ സുന്നി പണ്ഡിത നേതൃത്വത്തോടും സുന്നി പടയണിയോടും അസൂയ വെക്കുന്നത്. മൗലവി, ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. അസൂയ അഗ്നിയാണ്. ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെതിരെ ഉറഞ്ഞു തുള്ളിയ ഇബ്ലീസ്, ആ ഇബ്ലീസ് ആരായിരുന്നു? മൗലവി, താങ്കൾ തന്നെ പറയുക. ആരാണ്? ആലിമാണ്. പുറത്ത് പറയണ്ട. ഇബ്ലീസും ആരാണ്? ആലിമാണ്. ആലിമിന് ആലമിനോടുണ്ടായതാ. ആലിമിന് ആലമിനോട്. ആലിമാണ് ഇബ്ലീസ്. അവനും അസൂയ ഉണ്ടായി. ആലമായ ആരോട്? അതിനേക്കാൾ ആലിമായ ആരോട്? അതാണ് ആദ്യം ഉണ്ടായത്. ആലിമ്യങ്ങൾക്കിടയിലാണ് ആദ്യമായിട്ട് അസൂയ ഉണ്ടായത്. അവർ തന്നെയാണ് ഉലമാഉഹും ശർഹുമൻ തഹ്ത അദീമിസ് സമാ. ഒരു കാലഘട്ടം വരും ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും നികൃഷ്ട ജീവികൾ ആ സമൂഹത്തിലെ പണ്ഡിതന്മാരായില്ലാകുമെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണ് എങ്കിൽ എനിക്ക് പേടിക്കേണ്ടിയിരുന്നു. ഇതെനിക്ക് പേടിക്കേണ്ടിയിരുന്നു. ഓ മൗലവി സാഹിബേ, താങ്കളാണ് ഏറ്റവും അധികം ഭയപ്പെടേണ്ട വ്യക്തി. കാരണം ആഗോളതലത്തിൽ അറിയപ്പെടുന്ന മതപണ്ഡിത സഭയായ സമസ്തയോടും സുന്നി പണ്ഡിത നേതൃത്വത്തോടും ഏറ്റവും അധികം അസൂയ വെക്കുന്നയാൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട താങ്കളാണ്. അതുകൊണ്ട്